ക്ഷേത്രത്തിലെ കുത്തിയോട്ടം അത് വിശ്വാസത്തിന്റെ പേരിലുള്ള കുറ്റകൃത്യമാണെന്ന തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥി ആർ ശ്രീലേഖയുടെ പഴയ ലേഖനം ബിജെപിയെ വെട്ടിലാക്കുന്നു. കുത്തിയോട്ട ആചാരത്തിനെതിരെ നിലപാടെടുത്തയാളാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥിയെന്ന് കെ മുരളീധരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. UDF തെരഞ്ഞെടുപ്പ് പ്രചാര രംഗത്ത് ഈ വിഷയം സജീവമാക്കുന്നുണ്ട്. കുത്തിയോട്ടം വിവാദം ചർച്ചയായതോടെ വ്യക്തമായ മറുപടി പറയാതെ ബിജെപി നേതൃത്വം ഒഴിഞ്ഞുമാറുകയാണ്. ഇത്തവണ തിരുവനന്തപുരം നഗരസഭാ ഭരണം പിടിക്കാൻ കേരളത്തിലെ ആദ്യ വനിതാ IPS ആർ ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയാക്കിയാണ് BJP മത്സരിക്കുന്നത്. പക്ഷേ വാശിയേറിയ പോരിനിറങ്ങിയ UDF BJPയുടെ മേയർ സ്ഥാനാർത്ഥിയുടെ ആറ്റുകാൽ കുത്തിയോട്ടത്തെക്കുറിച്ചുള്ള മുൻ നിലപാട് ആയുധമാക്കിയതോടെ BJP വെട്ടിലായി. BJP ആണല്ലോ ഹിന്ദുമതത്തിനൊക്കെ ഹോൾസെയിൽ എടുത്തിട്ടുള്ളത്. ആറ്റുകാൽ പൊങ്കാലയിൽ കുട്ടികളുടെ ചൂരൽ കുത്ത് അത് കുട്ടികൾക്ക് മാനസികമായി പ്രയാസം ഉണ്ടാക്കുമെന്ന് പരസ്യമായി ഫേസ്ബുക്ക് പോസ്റ്റിട്ട ഒരു മഹിളേനെയാണ് ഒരു മേയറായിട്ട് ഉയർത്തി കാണിക്കുന്നത്. അങ്ങനെയുള്ളവരാണോ ഈ നഗരത്തിന്റെ മേയറാവുന്നത്? UDF പ്രചാരണ വേദികളിലെല്ലാം ആർ ശ്രീലേഖയ്ക്കെതിരായ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലും 2018 ആറ്റുകാൽ പൊങ്കാല കാലത്ത് ആർ ശ്രീലേഖ IPS എഴുതിയ ബ്ലോഗിലെ നിലപാട് സജീവ ചർച്ചയാണ്. ആചാരത്തിന്റെ പേരിൽ എല്ലാ വർഷവും നടക്കുന്ന ഈ ക്രിമിനൽ കുറ്റം അവസാനിപ്പിക്കണമെന്നാണ് ആർ ശ്രീലേഖ IPS അന്ന് നിലപാടെടുത്തത്. കുത്തിയോട്ടം കുട്ടികളോടുള്ള ക്രൂരതയാണ്. IPS വകുപ്പുകൾ പ്രകാരവും ബാലാവകാശ നിയമപ്രകാരവും കുറ്റമാണെന്ന നിലപാടാണ് ആർ ശ്രീലേഖ അന്ന് പങ്കുവച്ചത്. ശ്രീലേഖയ്ക്കെതിരെ രംഗത്തെത്തിയ ആറ്റുകാൽ ക്ഷേത്രം ട്രസ്റ്റ് അന്ന് വിമർശിച്ചത് ഇങ്ങനെയാണ്: വസ്തുതകൾ മനസ്സിലാക്കാതെ ക്ഷേത്രാചാരങ്ങൾക്കെതിരായ പ്രസ്താവനയെന്ന്. 7 വർഷത്തിനിപ്പുറം തലസ്ഥാന നഗരത്തിന്റെ മേയറാകാൻ ആർ ശ്രീലേഖയെ BJP രംഗത്തിറക്കിയപ്പോൾ പഴയ നിലപാട് വീണ്ടും സജീവ ചർച്ചയായി. ആറ്റുകാൽ കുത്തിയോട്ടത്തെക്കുറിച്ച് താൻ മുൻപ് പറഞ്ഞ അഭിപ്രായം തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായതോടെ ആർ ശ്രീലേഖ IPS പ്രതിരോധത്തിലാണ്. ഞാൻ പ്രതികരിക്കുന്നേയില്ല. ഞാനൊരു പാർട്ടി പ്രവർത്തകയാണ്. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കൗൺസിലർ സ്ഥാനം ജയിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ എനിക്ക് വേറൊരു ലക്ഷ്യമില്ല. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേയില്ല. ആചാരത്തിന്റെ കാര്യത്തിൽ കാർക്കശ്യം പറയുന്ന BJP അതിനാൽ വെട്ടിലാണ്. BJP നേതൃത്വത്തിന് ഈ വിഷയത്തിൽ വ്യക്തമായ മറുപടിയുമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ തന്നെ ഓരോരുത്തർക്ക് വിഭ്രാന്തി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമല്ലേ? അപ്പോൾ അതൊക്കെ ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെല്ലാവർക്കും പേടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എല്ലാം ഉണ്ടാവും. അതൊക്കെ പ്രതീക്ഷിച്ച് ആയിരിക്കണം. അല്ലാതെ എനിക്ക് അതിനകത്തൊന്നും ഉത്തരം പറയാനില്ല. ആയിരിക്കണം. ഞാൻ പ്രതികരിക്കുന്നേയില്ല. ഞാനൊരു പാർട്ടി പ്രവർത്തകയാണ്. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ കൗൺസിലർ സ്ഥാനം ജയിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ എനിക്ക് വേറൊരു ലക്ഷ്യമില്ല. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേയില്ല. ആറ്റുകാൽ ക്ഷേത്രവും ആചാരവും തിരുവനന്തപുരത്തിന് വൈകാരിക വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ മേയർ സ്ഥാനാർത്ഥിയുടെ മുൻ നിലപാട് തിരുവനന്തപുരത്ത് സജീവ രാഷ്ട്രീയ ചർച്ചയാകുന്നതും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.